വർക്കലയിൽ മദ്യലഹരിയിൽ യാത്രക്കാരൻ ട്രെയിനിൽ നിന്ന് ചവിട്ടിത്തള്ളിയിട്ട പെൺകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു. വീഴ്ചയിൽ തലയ്ക്കും നട്ടെല്ലിനും ഗുരുതര പരിക്കേറ്റ ശ്രീകുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. മികച്ച ചികിത്സ ലഭിക്കുന്നില്ലെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. എന്നാൽ ഏറ്റവും മികച്ച ചികിത്സ തന്നെ കുട്ടിക്ക് നൽകുന്നുണ്ടെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയചന്ദ്രൻ വ്യക്തമാക്കി. പെൺകുട്ടി അപകടനില തരണം ചെയ്തിട്ടില്ലെന്നും ന്യൂറോ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങളും ചേർന്നുള്ള ചികിത്സയാണ് നിലവിൽ നൽകുന്നതെന്നും പേഷ്യന്റ് ഇപ്പോഴും ക്രിട്ടിക്കൽ കണ്ടീഷനിലാണെന്നും ഡോക്ടർ ജയചന്ദ്രൻ പറഞ്ഞു. ബ്രെയിനിൽ പല ഭാഗങ്ങളിലും ചതവും നീർക്കെട്ടുമുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു. അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിയുന്ന ശ്രീകുട്ടിക്ക് ലഭിക്കുന്ന ചികിത്സ സംബന്ധിച്ച് ഡോക്ടർമാർ വിവരങ്ങൾ കൈമാറുന്നില്ലെന്ന് അമ്മ പ്രിയദർശിനി പറയുന്നത്. മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ടും ഒരറിയിപ്പും നൽകിയില്ല. ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം മകളെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അവൾക്ക് ചെറിയ രീതിയിൽ പനിയുണ്ട്, അതിന്റെ മരുന്ന് നൽകുന്നുണ്ടെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ചികിത്സ തൃപ്തികരമല്ലെന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. മകളെ തിരിച്ചു കിട്ടണം. തന്റെ മുൻകാല അനുഭവം കാരണമാണ് ഇതൊക്കെ പറയുന്നതെന്നും ശ്രീകുട്ടിയുടെ അമ്മ പ്രിയദർശിനി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. സംഭവത്തിൽ പ്രതിയായ പനച്ചിമൂട് സ്വദേശി സുരേഷ് കുമാറിനെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. ഇയാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ട്രെയിനിൽ നിന്ന് നടുവിന് ചവിട്ടിയാണ് ശ്രീകുട്ടിയെ പ്രതി സുരേഷ് കുമാർ പുറത്തേക്ക് തള്ളിയിട്ടതെന്നാണ് FIR. കൊലപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ശ്രീകുട്ടിക്കും സുഹൃത്തിനും നേരെയും ഇയാൾ ആക്രമണം നടത്തിയതെന്നാണ് റെയിൽവേ പോലീസ് പറയുന്നത്.